എടുത്ത് കൂട്ടിയതൊന്നും കാണുന്നില്ല. പക്ഷെ ഹായ് ഫ്രണ്ട്സ്, നമ്മള് മണത്തണയാന്നല്ലേ, മണത്തണ കൊച്ചു ഗ്രാമം, നമ്മളെ സ്വന്തം നാട്ടില്. നമ്മളിപ്പോ ഒരു ക്ഷേത്ര ദർശനം, മണത്തണ ചപ്പാരം ഭഗവതി ക്ഷേത്രത്തിലേക്ക് പോവാണ്. നിങ്ങൾക്കറിയോ, കേരളത്തില് അപൂർവം ക്ഷേത്രങ്ങളിലൊരു ക്ഷേത്രമാണ് ചപ്പാരം ഭഗവതി ക്ഷേത്രം. എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ദർശനം തെക്കോട്ടേക്കാണ്. തെക്കോട്ട് ദർശനമുള്ള ദേവീ ക്ഷേത്രം, അപൂർവം ആയിട്ടുള്ള ഒരു ദേവീ ക്ഷേത്രമാണ് ചപ്പാരം. കൂടാതെ കൊട്ടിയൂർ ക്ഷേത്രത്തിന്റെ ഉപക്ഷേത്രമാണ് ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം. കൊട്ടിയൂർ ക്ഷേത്രത്തിലെ വാളറയിൽ പൂജിക്കുന്ന വാളുകൾ നമ്മുടെ ഈ ചപ്പാരം ക്ഷേത്രത്തിലെ വാളാണ് കേട്ടോ. ചപ്പാരം ക്ഷേത്രത്തിലെ പൂജാബിംബമാണ് കൊട്ടിയൂർ എഴുന്നള്ളിച്ച് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ എത്തിച്ച് അവിടെ വാളറയിൽ പൂജിക്കുന്നത്. വഴികളിലൂടെയാണ് നമ്മളെ യാത്ര. ഇതാ നമ്മള് ചപ്പാരം ക്ഷേത്രത്തിന്റെ തിരുസന്നിധിയിൽ തിരുമുറ്റത്തെത്തിയിരിക്കുകയാണ്. ഇതാണ് നമ്മൾ കളിച്ച് വളർന്ന ഗ്രൗണ്ട്. ചപ്പാര ക്ഷേത്രത്തിന്റെ മുമ്പിലുള്ള ഈ ഗ്രൗണ്ട് പണ്ട് ബ്രിട്ടീഷുകാരും നമ്മുടെ പഴശ്ശിരാജാലും ആയിട്ടുള്ള യുദ്ധം നടന്നൊരു ഗ്രൗണ്ടായത്. ഇതാ ഈ ഗ്രൗണ്ട്. പഴശ്ശിരാജാവും ടിപ്പു സുൽത്താനും, പഴശ്ശിരാജാവും ബ്രിട്ടീഷുകാരും, അങ്ങനെ 2 യുദ്ധം ഇവിടെ നടന്നു എന്നാണ് പറയപ്പെടുന്നത്. നമ്മുടെ സ്വന്തം ക്ഷേത്രം ശ്രീ ചപ്പാരം ഭഗവതി ക്ഷേത്രം. നമ്മൾ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. നമ്മുടെ അമ്പലത്തിൽ വരും നമുക്ക് ഒരു മാനസികമായിട്ട് എന്തോ ഒരു സുഖം എവിടെ പോയാലും കിട്ടാത്തൊരു അനുഭൂതിയാണ് നമ്മളെ നാട്ടിലുള്ള നമ്മളെ സ്വന്തം അമ്പലത്തിൽ വരുമ്പോൾ. ആണോ? നമ്മളെ ചപ്പാരത്തിലമ്മയും നമ്മുടെ പെരുമാളും, നമ്മുടെ ചപ്പാരത്തിലമ്മയും നമ്മളെ കൊട്ടിയൂർ പെരുമാളും, നമ്മുടെ പുതിയ കുളം, നമ്മളെ റേഷൻ കട ആണ് നമ്മളെ മണത്തണ. നമ്മളെ മണത്തണയാണ് കേട്ടോ.